അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ സാധനമാണ്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ദിവസം നോക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് HMD ചെയ്തിട്ട് ഇനി നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ ഇത്തിരി ഉണ്ട്, അത് എല്ലാം പറഞ്ഞു പോകാനായിട്ട് സത്യം പറഞ്ഞാൽ പഠിക്കാനായിട്ട് ഇപ്പം സിലിണ്ടർ, പ്ലെയിൻ വാള്, സ്പിയർ എന്നങ്ങ് പറയാനേ ഉള്ളൂ. പക്ഷേ പറഞ്ഞു തരാനായിട്ട് ഒരുപാടുണ്ട്. ഇതെല്ലാം ഒരു വേണമെങ്കിലും ടച്ച് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയോ, അപ്പോൾ ഇവിടെ ഇൻസുലേറ്റഡ് സ്റ്റീം പൈപ്പ് ഹാവിങ് ഔട്ട്സൈഡ് ഡയമീറ്റർ 30 mm ഈസ് ടു ബി കവേർഡ് വിത്ത് 2 layers ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീം പൈപ്പ് 2 ലെയർ ഇൻസുലേഷൻ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ ഇതിനകത്തൂടെ പോകുന്നത് സ്റ്റീമാണ്. ഈ സ്റ്റീം പൈപ്പിന് ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വരച്ചാൽ മതി. ഔട്ട്സൈഡ് ഡയമീറ്റർ 30 mm, അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റീം പൈപ്പാണ് നമ്മൾ 30 mm ഇടുന്നത്. അപ്പോൾ ഇതിന് ചെറിയ തിക്നെസ്സേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുക. എനിക്ക് റേഡിയസ് കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഔട്ട്സൈഡ് ഡയമീറ്റർ മാത്രം എടുത്തു. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30ക്ക് ഹാഫ് ആയിരിക്കും, അത് 15 mm ആയിരിക്കും, അല്ലെങ്കിൽ 15 mm ആയിരിക്കും. ഈസ് ടു ബി കവേർഡ് വിത്ത് 2 layers ഓഫ് ഇൻസുലേഷൻ. 2 ലെയർ ഇൻസുലേഷൻ വേണം. അപ്പം ഒരു ലെയർ ഇൻസുലേഷൻ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ലെയർ വരും, പിന്നെ അതിന് പുറത്തായിട്ട് വേറൊരു ലെയർ ഓഫ് ഇൻസുലേഷൻ. വേറൊരു ലെയർ ഓഫ് ഇൻസുലേഷൻ വരും. വേണ്ട, 2 ലെയർ ഇൻസുലേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇത് ഇൻസുലേഷൻ 1, ഇത് ഇൻസുലേഷൻ 2. അപ്പം എന്താണ്, 2 layers ഓഫ് ഇൻസുലേഷൻ ഈച്ച് ഹാവിങ് തിക്നെസ് ഓഫ് 20 mm. രണ്ടിൻ്റെ തിക്നെസ് എത്രയാണ്, 20 mm തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സാധനത്തിൻ്റെ എന്ത് കഴിഞ്ഞാൽ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് അതിൻ്റെ 2 ആക്സിസ് ഇതിൻ്റെ സിമെട്രിക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റീം പൈപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ ഔട്ട്സൈഡ് ഡയമീറ്റർ 30 ആണ്. ഇൻസൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 15 mm ആയിരിക്കും അവിടുത്തെ റേഡിയസ് R1 എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഇൻസുലേഷൻ, രണ്ടാമത്തെ ഇൻസുലേഷൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. മൂന്നാമത്തെ ഇൻസുലേഷൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ R1 എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഇതുവരേക്കുള്ളതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി R2. ഇവിടെ നിന്ന് ഇതുവരേക്കുള്ളതായിരിക്കും എന്താണ്, റേഡിയസ് R3. അപ്പോൾ 3 റേഡിയയും നമുക്ക് ഇവിടെ ഉണ്ട്. ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഓൺ മെറ്റീരിയൽസ് R1, R2, R3 എന്തുവാ, R1 ഈസ് ഈക്വൽ ടു എത്രയാണ്, 15. R1 is equal to 15 millimeter, which is equal to 0.015 meter. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. R2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 15 + 20 അല്ലേ, 15 + 20, ദാറ്റ് ഈസ് 15 + 20 വിച്ച് ഈസ് ഈക്വൽ ടു 35 millimeter. അതെന്ന് പറഞ്ഞാൽ 0.035 meter. ദെൻ R3 ഈസ് ഈക്വൽ ടു എത്രയാണ്, R2വിൻ്റെ കൂടെ ഒരു 20 കൂടെ കൂട്ടി. R2 എന്ന് പറയുന്നത് 35, 30 + 5 + 20 55 mm. 55 mm എന്ന് പറയുമ്പോൾ 0.055 meter. ഓക്കെ, ഇത്രയായി. ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് വൺ മെറ്റീരിയൽ ഈസ് 5 times ദാറ്റ് ഓഫ് ദ അതർ. ഒരു മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് 2 ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഉണ്ട്, 2 layers ഓഫ് ഇൻസുലേഷൻ ഉണ്ട്. അതിൽ ഒന്നിൻ്റെത് 5 times ഓഫ് അതറാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഇത് A ടൈപ്പ് മെറ്റീരിയലും ഇത് B ടൈപ്പ് മെറ്റീരിയലും ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇൻസുലേഷൻ ഇത് A, ഇത് B ആണെങ്കിൽ എന്താണ്, അസ്യൂമിങ് ദാറ്റ് ഒന്നിന് ഇപ്പോൾ KB ഈസ് ഈക്വൽ ടു 5 times ഓഫ് KA എന്നെടുത്തു. അതായത് ഈ കെയുടെ 5 times ആണ് KB എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എന്താണ്, വൺ മെറ്റീരിയൽ ഈസ് 5 times ദാറ്റ് ഓഫ് ദ അതർ. Assuming that the inner and outer surface temperatures of composite insulations are fixed. ഇപ്പോൾ ഇന്നർ ടെമ്പറേച്ചറും ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ഫിക്സഡ് ആണ്. അപ്പോൾ ഇന്നർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ T1 എന്ന്, ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ T2 എന്നും, ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ T3 എന്നും വന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരും. 2 റെസിസ്റ്റൻസ് നമുക്ക് അവിടെ ഉള്ളൂ. Assuming that the inner and outer temperatures of composites are fixed, how much will heat transfer be increased? അതായത് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. How much heat transfer will be increased? Heat transfer increased. എങ്ങനെ ഇൻക്രീസ് ആവും, വെൻ ദ ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് നെക്സ്റ്റ് ടു ദ പൈപ്പ്. നമ്മളെ പൈപ്പ് ഇതാണ് സ്റ്റീം പൈപ്പ്. അപ്പോൾ ഈ സ്റ്റീം പൈപ്പിന് തൊട്ടടുത്ത് 2 ഇൻസുലേഷൻ ഉണ്ട്. ഇപ്പോൾ എയും ബിയും ഇവിടെ ഉണ്ട്. എ ഇവിടെ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എ തൊട്ടടുത്തിരിക്കുക, ബി പുറത്തിരിക്കുക. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് കണ്ടുപിടിക്കണം വെൻ ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് ടു ദ പൈപ്പ്, മെറ്റീരിയൽ ഈസ് നെക്സ്റ്റ് ടു ദ പൈപ്പ് than it is outside
ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു ഇൻസുലേഷൻ ഉണ്ട്, അത് എ ആവാം ബി ആവാം. അപ്പോൾ ഈ ഏത് ഇൻസുലേഷനാണ് അടുത്തിരിക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നത്, അത് എത്ര കൂടും, ഹൗ മച്ച് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, എത്ര ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താണ് ഇവിടെ സ്റ്റീം പൈപ്പ്, ഇതെന്ന് പറയുന്നത് എന്താണ്, സ്റ്റീം പൈപ്പാണ് നമ്മുടെ ഈ നടുക്കിരിക്കുന്ന സാധനം. എന്നിട്ട് അതിന് പുറത്ത് നമ്മൾ ആദ്യം എന്ത് ടൈപ്പ് മെറ്റീരിയൽ വയ്ക്കും, ബി വെക്കും. പിന്നെ അതിന് പുറത്ത് എന്ത് വെക്കും, എ വെക്കും. അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചേഴ്സ് സെയിം ആണ്. T1 ഇതാണ്, ഇത് T2, ഇത് T3. ഇൻസൈഡ് ഔട്ട്സൈഡും എന്താണ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. T2ൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഇൻസൈഡ് ഔട്ട്സൈഡ് നേരത്തെ ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ ഈ അറേഞ്ച്മെൻറ്റിലാണോ ക്യൂ കൂടുതൽ, അത് എത്ര കൂടുതൽ എന്നുള്ളതാണ് സിംപ്ലി പറഞ്ഞാൽ. ഇപ്പോൾ രണ്ട് രീതിയിലും ക്യൂ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്, KB ഈസ് ഈക്വൽ ടു 5 times ദാറ്റ് ഓഫ് എന്താണെന്ന് എടുത്തു, KA എന്നെടുത്തു. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ക്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ആ രണ്ട് ക്യൂവും കൂടെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടണം, റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. Q1 ഡിവൈഡഡ് ബൈ Q2 എടുക്കുമ്പോൾ ഒരു 1 point സംതിങ് വന്നാൽ Q1 വലുതും Q2 ചെറുതും, പോയിന്റ് സംതിങ് വന്നാൽ Q2 ചെറുതും Q2 വലുതും Q1 ചെറുതും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും, Q ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്, ടെമ്പറേച്ചേഴ്സ് ഡിഫറൻസ് T1 - T3. അപ്പം ഇതിൽ വലിയ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, ആവശ്യമുള്ള വാല്യൂസ് മാത്രം എടുക്കുക. T1 - T3 ഡിവൈഡഡ് ബൈ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് കൊടുക്കണം. റെസിസ്റ്റൻസിന് വലിയ വ്യത്യാസം വരത്തില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എന്താണ് ഈ ഒരു ഇത് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഓൾറെഡി അറിയാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഇക്വേഷൻ 1 ഇവിടെ കൺവെക്ഷൻ ഇല്ലല്ലോ, ഫ്ലൂയിഡ് ഇല്ല. ഇപ്പോൾ രണ്ട് റെസിസ്റ്റൻസ്, ഒന്ന് കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ്, രണ്ടും കണ്ടക്റ്റീവ് റെസിസ്റ്റൻസസ് ആണ്. അപ്പം എന്താണ് സ്റ്റീമിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവിടെ H ഒന്നും തന്നിട്ടില്ല, HCF ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ HHF ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് കൺവെക്ഷൻ അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് സ്ഥലത്തിനിടയ്ക്കുള്ള എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ എടുത്താൽ മതി. അപ്പോൾ അത് കണ്ടക്ഷനാണ്, സോളിഡ് ആണ്, കണ്ടക്ഷനാണ്. ഇപ്പോൾ log R2/R1 ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്, log R2/R1 ഡിവൈഡഡ് ബൈ 2π എന്താണ് K ഇൻറ്റു L. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ KA എന്നെടുത്തു, ആദ്യത്തെ നമ്മൾ എന്തെടുത്തു, KA എന്നെടുത്തു, പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലസ് ലോഗ് അവിടുത്തെ R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഔട്ടർ R3, ഇന്നർ R2. ഇപ്പോൾ log R3/R2 ഡിവൈഡഡ് ബൈ 2π KB ഇൻറ്റു എന്താണ് L. KB ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു KA നമുക്കറിയാലോ. ബാക്കി അറിയാവുന്ന വാല്യൂസും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q ഈക്വൽസ് T1 - T2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് 2πL എന്ന് പറയുന്നത് ഞാൻ ഇത് രണ്ടും മുകളിൽ കൊണ്ട് രണ്ടും കോമൺ ആയിട്ട് എടുത്ത് 1/2πL വരും. അതിന് ഏറ്റവും മുകളിൽ എഴുതാൻ എനിക്ക് 2πL എന്ന് പറയുന്നത് അവിടെ ഇട്ടു. ഡിനോമിനേറ്ററിൽ താഴെ log R2/R1 ഡിവൈഡഡ് ബൈ കാണാം അവിടെ R2/R1 ഡിവൈഡഡ് ബൈ 2π എല്ലാം മുകളിൽ പോയി. പിന്നെ ഉള്ള KA ആണ്, KA അവിടെ കിട്ടും. പ്ലസ് log എന്താണ് R2/R1 R3/R2 ഡിവൈഡഡ് ബൈ എന്താണ് 2πL എന്ന് മുകളിൽ പോയിട്ടുണ്ട് കോമൺ ആയിട്ട്. പിന്നെ എന്താണ് KB എന്ന് പറയുന്നത് 5 ഇൻറ്റു KA എന്ന് നമുക്ക് പറഞ്ഞൂടെ, KB ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു KA. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയി. ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഇതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ Q ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ Q ഈസ് ഈക്വൽ ടു നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ പറയുന്നു, 2π ഇൻറ്റു ലെന്ത് നമുക്ക് തന്നിട്ടില്ല, അതപ്പോൾ അവിടെ ഇടാം. T1 - T2 എന്ന് പറയുന്ന സാധനവും തന്നിട്ടില്ല, ഡിവൈഡഡ് ബൈ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഇവിടെ 1 ഡിവൈഡഡ് ബൈ KA ഉണ്ടല്ലോ, രണ്ട് സ്ഥലത്തിലും ഡിവൈഡഡ് ബൈ KA ഉണ്ട്. ഇതും കൂടി നമുക്ക് മുകളിൽ കൊണ്ടുപോയല്ലോ, മുകളിൽ കൊണ്ടുപോയിടാം. അപ്പോൾ ഇവിടെ ഒരു KAയും കൂടെ അങ്ങ് മുകളിൽ കിടക്കും. അപ്പോൾ KA അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിടുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ KA അവിടെ വന്നു. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ log ഓഫ് ഇത് രണ്ട് കാണാൻ പോയി, അതുകൊണ്ടാണ് ഇതല്ലേ log R1/R2 ഉണ്ട്, log R2/R1 ഉണ്ട്, log R3/R2 ഉണ്ട്. അപ്പോൾ അതിന് വാല്യൂസ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് log എന്താണ് R2/R1 എന്ന് പറയുന്നത് 0.035 ഡിവൈഡഡ് ബൈ R1 0.015 പ്ലസ് എന്താണ് log എന്താണ് R3/R2 എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ് 0.055 ഡിവൈഡഡ് ബൈ R2 0.035. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടു. ഇവിടെ നിന്ന് Q ഈസ് ഈക്വൽ ടു 2π എന്താണ് KA ഇൻറ്റു L ഇൻറ്റു T1 - T2
അപ്പോൾ ഇതിന് രണ്ടിനും വാല്യൂസ് കാണുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9377 എന്ന് കിട്ടും. ഇനി ഇതിൽ 0.9377 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ 0.9377 കൂടെ നമുക്ക് കാൽക്കുലേറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 1.066 ഇൻറ്റു സോറി ആ 2π ചെയ്തില്ല, 1/, ഈ സാധനം ചെയ്യുമ്പോൾ 1.066 എന്ന് കിട്ടും ഇൻറ്റു 2π ഇൻറ്റു എൽ ഇൻറ്റു, ഞാൻ ടെസ്റ്റ് നോക്കി എഴുതുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ എഴുതുന്നത്, ഇൻറ്റു T1 മൈനസ് T2. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1. T1 മൈനസ് T2 ആണോ, T1 മൈനസ് T3, T1 ടു T3 അല്ലേ, ഓക്കെ, T1 മൈനസ് T3. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്യൂ എന്ന് പറയുന്ന ഒരു ഇത് സാധനം കിട്ടി. ഇനി ഇതേ സാധനം ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് രണ്ടുമുള്ള ഡിഫറൻസ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് ദാറ്റ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ കോമ്പോസിറ്റ് ഇൻസുലേഷൻ ആർ ഫിക്സഡ്, അല്ല ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് വൺ മെറ്റീരിയൽ ഈസ് 5 times ദാറ്റ് ഓഫ് ദ അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുത്തത് KB ഈസ് ഈക്വൽ ടു 5 times ദാറ്റ് ഓഫ് ദ അതർ KA. രണ്ടാമത്തെ കേസിൽ B ഇവിടെ ഇന്നർ വരുന്നു, ഔട്ട്സൈഡ് എന്ത് വരുന്നു, A വരുന്നു. അപ്പം ഇവിടെ ഈ കേസിൽ KB ഇന്നർ വരും, ഔട്ട്സൈഡ് എന്ത് വരും, KA വരും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ, ഇവിടുത്തെ ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ വ്യത്യാസം എന്താ വരും, ഈ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, ഇവിടെ KAക്ക് വരും, ഇവിടെ KB വരും അല്ലേ. പിന്നെ പ്രശ്നമല്ലോ, ഇവിടുത്തെ എന്താണ് നമ്മൾ KB 2π KB ഇൻറ്റു എൽ, കാര്യം പുറത്താണ് B ആയിരുന്നുകൊണ്ട് ഈ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇവിടെ KB വന്നു, അതിന് പകരം ഇവിടെ എന്ത് വരും, KA വരും. ആ വ്യത്യാസമേ വരും, ബാക്കിയെല്ലാം എന്താണ് സെയിം ആണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് വെച്ച് തന്നെ എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇതുവരെ T1 മൈനസ് T3 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് അല്ലേ ഉള്ളൂ T1 ടു T3 എടുത്തപ്പം. അപ്പോൾ എന്താണ് ലോഗ് R2 ബൈ R1 ഡിവൈഡഡ് ബൈ 2π KB ഇൻറ്റു എൽ പ്ലസ് ലോഗ് R3 ബൈ R2 ഡിവൈഡഡ് ബൈ 2π KA ഇൻറ്റു എൽ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 2π ഇവിടെ KBക്ക് വരാൻ നമുക്ക് എന്ത് കൊടുക്കാം, 5KA എന്ന് കൊടുത്തൂടെ, KB ഈസ് ഈക്വൽ ടു 5KA എന്നല്ലേ എടുത്തത്, ഇവിടെ KBക്ക് വരാൻ 5KA എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും 2π KA ഇൻറ്റു എൽ ഇൻറ്റു T1 മൈനസ് T3. ഞാൻ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ എഴുതുന്നില്ല. ലോഗ് R3 ബൈ R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.035 ഡിവൈഡഡ് ബൈ 0.15. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 5 ഉണ്ടല്ലേ, സോറി ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി എഴുതാനായിട്ട്. അപ്പം ആ ഒരു സാധനം ഡിവൈഡഡ് ബൈ 5 ഇവിടെ ഉണ്ട്, കാര്യം നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 5KA മാത്രമേ അങ്ങ് പോയുള്ളൂ, ഈ 5 ഡിവൈഡഡ് ബൈ 5 ഇവിടെ ഉണ്ട്. അപ്പോൾ അതേമാതിരി ഇവിടെ എന്തുവാണ്, ഇവിടെ 5KA എന്നുള്ള സാധനമല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, KA അങ്ങ് അപ്പുറത്ത് പോയി ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു 5 ഉണ്ട്, പ്ലസ് ലോഗ് പിന്നെന്താണ് ഈ ഒരു സാധനം R3 ബൈ R2. R3 എന്ന് പറയുന്നത് ഇത് തികയുന്നില്ലടേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഇതിൽ വരുന്നോ നോക്കാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം പോകുന്നത്. ലോഗ് 0.055 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് 0.035, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു സാധനം പോലെ തന്നെ എഴുതാം, 2π KL ഈ ഒരു 1 ഡിവൈഡഡ് ബൈ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, 1 ഡിവൈഡഡ് ബൈ ഇത്രയും വാല്യൂ, അതെന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്നറിയോ, നോക്കട്ടെ, 1.609 ഇൻറ്റു 2π KA ഇൻറ്റു T1 മൈനസ് T3. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഏതാണ് വലുതെന്നറിയാൻ നമുക്ക് ഇതിനെ നമുക്ക് Q2 എന്ന് എടുക്കാം. ദിസ് ഈസ് Q2, ദിസ് ഈസ് Q1, ഇത് Q1 ആദ്യത്തെ ഹീറ്റ് ട്രാൻസ്ഫർ, ഇത് രണ്ടാമത്തെ Q1. ഏതാണ് വലുതെന്നറിയാൻ രണ്ടും കൂടെ റേഷ്യോ എടുത്താൽ മതി. അതായത് നമുക്ക് ഇത് Q1 ആണ്, ഇപ്പോൾ Q1 ഡിവൈഡഡ് ബൈ Q2 എടുക്കാം. Q1 ഡിവൈഡഡ് ബൈ Q2 എടുക്കുമ്പോൾ 2π KL 2π KA ഇത്രയും വെട്ടിപ്പോൾ 1.066 ഡിവൈഡഡ് ബൈ എന്താണ് 1.609. അപ്പോൾ തിരിച്ചെടുത്താലും മതി. ഇപ്പോൾ Q2 ബൈ Q1 എടുക്കാം. ടെസ്റ്റ് എടുത്തേക്കുന്ന Q2 ബൈ Q1 ആണ്, അതുകൊണ്ട് ഞാൻ Q2 ബൈ Q1 എടുക്കുന്നു. Q2 ഡിവൈഡഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, Q2ൻ്റെ ഇത്രയും സാധനങ്ങൾ ഡിവൈഡ് ബൈ ചെയ്ത് ഇതിലും വെട്ടിപ്പോകും. അപ്പോൾ 1.609 ഡിവൈഡ് ബൈ നമുക്കിവിടെ സാധനം എന്ന് പറഞ്ഞാൽ 1.066 വരും. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.509
9 എന്ന് കിട്ടും. അപ്പം ഇവിടെ നിന്ന് നമുക്ക് Q2 ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെന്നറിയാം. ഇനി എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫറിന് ആ ഉണ്ടാവുന്ന ഡിക്രീസ് എത്രയാണ്? കാര്യം നമ്മൾ ഇതാണ് സംഭവം. ഹൗ മച്ച് വിൽ ഹീറ്റ് ട്രാൻസ്ഫർ ബി വെൻ ദ ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് നെക്സ്റ്റ് ടു ദ പൈപ്പ്, വെൻ ദ ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് നെക്സ്റ്റ് ടു ദ. അപ്പോൾ ഇത് ഒരു കാര്യമുണ്ട്, ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് നെക്സ്റ്റ് ടു ദ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ ഹീറ്റ് ട്രാൻസ്ഫർ കടത്തി വിടാത്തത്. ഓക്കെ, അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യണം? കുറയണം. അതാണ് ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ടിയിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാ. KB = 5K എന്നെടുത്തു. വേണമെങ്കിൽ തിരിച്ചു എടുക്കാമെന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ ബെറ്റർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KA എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി റെപ്രസെൻറ്റ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കുറഞ്ഞതായിരിക്കും ബെറ്റർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇതിൽ കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് B ആണ്, അല്ലേ? അപ്പം KB എന്ന് പറഞ്ഞാൽ 5 times KA എന്നല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം തിരിച്ച് നമുക്ക് എടുക്കാം, KA = 5 times KB എന്ന് എടുക്കാം. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കണം, KA = 5 times KB. ഇതിൽ ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ എന്താണ്? KB ആയിരിക്കും. കാര്യം KBനെ കാട്ടി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും KA. കാര്യം തെർമൽ കണ്ടക്ടിവിറ്റി KAക്ക് കൂടുതലാണ്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബെറ്റർ ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ അത് നെക്സ്റ്റ് ടു ദ പൈപ്പ്, ദെൻ ഇറ്റ് ഈസ് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ടു പൈപ്പ് ആ സമയത്ത് ഹൗ മച്ച് വിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഇൻക്രീസ്ഡ്, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇൻക്രീസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് Q2 വലുതും Q1 വലുതായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇൻക്രീസ് എത്ര അല്ലെങ്കിൽ ഡിക്രീസ് എത്ര എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്നോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്നോ പറയാം. അപ്പം പുട്ടിംഗ് ദ ബെറ്റർ ഇൻസുലേഷൻ നെക്സ്റ്റ് ടു ദ പൈപ്പ് ഡിക്രീസസ് ദ ഫ്ലോ ഹീറ്റ് ഫ്ലോ, അല്ലേ? അപ്പം നമുക്ക് ബെറ്റർ ഇൻസുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് KA എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ സംഭവമാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്ന് പറയുന്നത് നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്ന് എഴുതാം. ഡിക്രീസ് ഓർ ഇൻക്രീസ് അത് തിരിച്ച് മറിച്ച് നമുക്ക് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്നുള്ളത്. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് എന്താണ്? വലുത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് Q2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, Q2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു വാല്യൂ പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിരിക്കും കിട്ടുന്നത്. എത്രത്തോളം ഇൻക്രീസ് എന്ന്